സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അവിടുത്തെ ഈ ലോകത്തേക്ക് അയച്ചത് സമ്പൂർണമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബകളിൽ പരാമർശിച്ചത്. അള്ളാഹു പഠിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിക്കാത്ത യാതൊരു കർമ്മങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. മുഹറം കഴിഞ്ഞു, സഫർ കഴിയാനിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം വലിയ ആഘോഷങ്ങളും ഒരുപാട് ആചാരങ്ങളുമെല്ലാം നടക്കുകയാണ്. അത്തരം കാര്യങ്ങൾക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾക്കും ആഘോഷത്തിനും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്ത്, അവരെ പിന്തുടർന്ന ആളുകളൊന്നും റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ യാതൊന്നും അനുഷ്ഠിച്ചിട്ടില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഖുതുബകളിൽ പരാമർശിച്ചത്. അതേ സമയം തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന അവിടുത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തെളിവായിട്ട് ഉദ്ധരിക്കാറുണ്ട്. 10-ാമത്തെ വിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക്, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും, വബിറഹ്മതിഹി, അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫ്റഹു, അത് രണ്ടും കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ സമ്പാദ്യങ്ങളെക്കാൾ ഉത്തമം അതാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് റസൂലിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നാണ്. ഇത് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് എന്ന്. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷങ്ങളില്ല എന്ന് പറയുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിന്റെ പേരിൽ സന്തോഷിക്കണ്ട എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അവർ ദുഃഖിക്കുന്ന ആളുകളാണ്, അവർ പിശാചിന്റെ ആളുകളാണ് എന്നെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ റഹ്മത്താണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, താങ്കളെ നാം അയച്ചിരിക്കുന്നത് ലോകത്തിന് റഹ്മത്തായി കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല. ലോകത്തിന് റഹ്മത്തായി കൊണ്ടാണ്, ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ ഓതിയ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ അവിടെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് അള്ളാഹു പരാമർശിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അവിടുത്തെ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, മുഫസ്സിറുകൾ ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന ജലാലൈനി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷയുണ്ട്. അറബി പരിഭാഷയാണ്, തഫ്സീറാണ്. ആ അറബി തഫ്സീറിൽ ഈ ആയത്ത് കൊടുത്തിരിക്കുന്നത്, അതിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ഖുൽ ബിഫദ്ലില്ലാഹ്, എന്നിട്ട് ബ്രാക്കറ്റിൽ അൽ ഇസ്ലാം, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞത് അൽ ഇസ്ലാം, ഇസ്ലാമിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ്. വബി റഹ്മത്തിഹി എന്ന് പറഞ്ഞത് അവിടെ ബ്രാക്കറ്റിൽ ചേർത്തിരിക്കുന്നു അൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ് എന്ന് അതിന്റെ തഫ്സീറിൽ, അറബി തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ജലാലൈനിയുടെ പരിഭാഷയായിട്ട് മലയാളത്തിൽ ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, സമസ്തയുടെ പണ്ഡിതൻ, അദ്ദേഹം ജലാലൈനിയുടെ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതിന് അവതാരിക എഴുതിയത് പാണക്കാട് പൂക്കോയ തങ്ങളാണ്. ആ പരിഭാഷയിൽ ഈ ആയത്തിന് അർത്ഥം പറയുക അള്ളാഹുവിന്റെ ഔദാര്യവും, ഫദ്ല് എന്ന് പറഞ്ഞതിന് അള്ളാഹുവിന്റെ ഔദാര്യവും, എന്നിട്ട് അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തത് ഇസ്ലാം, അവന്റെ കാരുണ്യവും, അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തത് ഖുർആൻ, അതുകൊണ്ട് നിങ്ങൾ അവർ സന്തോഷിക്കട്ടെ എന്നാണ്. അപ്പോൾ ഖുൽ ബിഫദ്ലില്ലാഹി വബി റഹ്മത്തിഹി എന്ന് പറഞ്ഞത് ഇസ്ലാം കൊണ്ടും ഖുർആൻ കൊണ്ടും വിശ്വാസികൾ സന്തോഷിക്കുക എന്നാണ്. ഇതൊന്നുകൂടി വ്യക്തമാക്കുന്നു അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത്. ആ ആയത്ത് 57-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂരി വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും, നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു, മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം, ഉപദേശമിതാ, വഅലിദാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. എന്നിട്ട് വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, അത് ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നതാണ്, ശമനം നൽകുന്നതാണ്. വഹുദം വറഹ്മ, അത് സന്മാർഗം നൽകുന്നതും റഹ്മത്തുമാണ് ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് എന്ന്. അപ്പൊ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, അത് മനസ്സിന്റെ രോഗങ്ങൾക്ക് ശിഫയാണ്, അത് സന്മാർഗം നൽകുന്നതാണ്, അത് റഹ്മത്താണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഖുൽ ബിഫദ്ലില്ലാഹി വബി റഹ്മത്തിഹി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നുള്ള 58-ാമത്തെ ആയത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മുഫസ്സിറും ഈ ആയത്തിൽ അവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ് എന്ന് പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സന്തോഷിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ് നമ്മളെല്ലാം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തുകൾ പരമാവധി അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ആ അർത്ഥത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത്. അത് റബീഉൽ അവ്വൽ മാസത്തിലുള്ള പ്രത്യേകമായ യാതൊരു അനുഷ്ഠാനത്തിനും തെളിവല്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം, റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് ഓതണം എന്നെല്ലാം അതിനുള്ള തെളിവായിട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, അന്ന റജുലൻ മിൻ അഹ്ലിൽ ബാദിയത്തി അത്ത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരു മനുഷ്യൻ, ഗ്രാമീണനായ ഒരു മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്തസ്സാഅത്തു ഖായിമ, എപ്പോഴാണ് അന്ത്യദിനം നിലവിൽ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, വൈലക് വമാ അഅതത ലഹാ, ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടും അന്ത്യദിനത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്താണ് താങ്കൾ ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം, ആ ഗ്രാമീണനായ മനുഷ്യൻ പറഞ്ഞു, മാ അഅദതു ലഹാ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമുള്ള ഹുബ്ബല്ലാത്ത, സ്നേഹമല്ലാത്ത മറ്റൊന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അതാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക മഅ മൻ അഹ്ബബ്ത, ആരെയാണോ താങ്കൾ സ്നേഹിക്കുന്നത്
ആ സ്നേഹിക്കുന്നവരുടെ കൂടെയായിരിക്കും താങ്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖുൽനാ, അത് കേട്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, വനഹ്നു കദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ ഞങ്ങളും അങ്ങനെ തന്നെയാണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ എന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഫരിഹ്നാ യൗമഇദിൻ ഫറഹൻ ശദീദാ, ആ ദിവസത്തിൽ ഞങ്ങൾ അതികഠിനമായിട്ട് ധാരാളമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടായ ഒരു ദിവസമാണ്. അള്ളാഹുവിന്റെ റസൂലിനോടും ഹുബ്ബുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞു. ഇത് നബിദിനാഘോഷത്തിന്, മൗലിദ് പാരായണത്തിന്, റബീഉൽ അവ്വൽ മാസത്തിലെ ആചാരത്തിന് ഒരു തെളിവായിട്ടാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതും വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ നബിവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലോ റബീഉൽ അവ്വൽ 12-നോ പ്രത്യേകമായി എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആഘോഷങ്ങളോ ഉണ്ട് എന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഹിജ്റ 6-ാം നൂറ്റാണ്ട് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഏതാണ്ട് 550-600 വർഷം വരെയും ലോകത്ത് അങ്ങനെ ഒരു ആചാരമേ റബീഉൽ അവ്വൽ മാസത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ഖുത്ബയിൽ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, ഖുൽ, അള്ളാഹു പറയുന്നു, നബിയെ പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഹുബ്ബുണ്ട് എങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു സ്നേഹിക്കും നിങ്ങളെ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദുനൂബ്, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു കരുണയുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ്. ഇനി ഒരു ഹദീസ് കൂടെ, ഇത് വിശുദ്ധ ഖുർആൻ ആലു ഇംറാനിൽ 3-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ, എന്റെ ചര്യയെ ആരെങ്കിലും സ്നേഹിക്കുകയാണ് എങ്കിൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവരാണ്. വമൻ അഹബ്ബനി, ആരാണോ എന്നെ സ്നേഹിക്കുന്നവൻ, കാന മഈ ഫിൽ ജന്ന, അയാൾ എന്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയാണ് സ്നേഹിക്കേണ്ടത്. റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷങ്ങൾ നടത്തിയിട്ടില്ല, ഭക്ഷണം വിളമ്പിയിട്ടില്ല, പ്രത്യേകമായി എന്തെങ്കിലും തോരണം തൂക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് സാധാരണ നിർവഹിക്കാത്ത യാതൊരു കാര്യവും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുമ്പോൾ, സാധാരണ പോലെയുള്ള അമലുകൾ, അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. അപ്പോഴാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാവുക, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാവുക. അതാണ് ആ സ്വഹാബിയും പറഞ്ഞത്, അതാണ് സ്വഹാബത്തെല്ലാം അതിൽ നിന്നും മനസ്സിലാക്കുന്നതും. അതേപോലെ തന്നെ നബിദിനാഘോഷത്തിന് തെളിവായിട്ട് പറയപ്പെടാറുള്ള മറ്റൊരു തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല സുന്നത്ത് നടപ്പിലാക്കുകയാണ് എങ്കിൽ ഫലഹു അജ്റുഹാ, അയാൾക്ക് അതിനുള്ള പ്രതിഫലമുണ്ടാകും. ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല ചര്യ നടപ്പിലാക്കുകയാണ് എങ്കിൽ അയാൾക്ക് അതിനുള്ള പ്രതിഫലമുണ്ടാകും. വ അജ്റു മൻ അമില ബിഹാ ബഅദഹു, അയാൾക്ക് ശേഷം മിൻ ഗൈരി, അയാൾക്ക് ശേഷം ആരെല്ലാം അയാൾ ചെയ്ത ആ നല്ല ചര്യ, നല്ല സുന്നത്ത് പ്രവർത്തിക്കുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം അയാൾക്കുമുണ്ടാകും. അയ്യൻകുസ മിൻ ഉജൂരിഹിം ശൈഇ, ഈ ആദ്യം പ്രവർത്തിച്ച ആൾക്ക് പിന്നീട് അതിനെ പിൻപറ്റി ചെയ്യുന്ന ആളുകൾ പ്രവർത്തിക്കുന്നതിന്റെ എല്ലാം പ്രതിഫലമുണ്ടാകും. എന്നാൽ ആ പിന്നാലെ ചെയ്യുന്ന ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്ക്
അതിന്റെ പ്രതിഫലത്തിൽ യാതൊരു കുറവുമുണ്ടാവുകയില്ല. ഒരു നല്ല സുന്നത്ത് ആരെങ്കിലും നടപ്പിലാക്കി അത് മറ്റൊരാൾ അതിനുശേഷം അത് കണ്ടുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് അപ്പോഴോ മറ്റേതെങ്കിലും കാലത്തോ ആരെങ്കിലും പിന്തുടരുകയാണ് എങ്കിൽ, ഇത്തിബാ ചെയ്യുകയാണ് എങ്കിൽ അയാൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. അതേ പ്രതിഫലം അതിന് മാതൃക കാണിച്ച വ്യക്തിക്കും ഉണ്ടാകും. ഇയാൾക്കാണെങ്കിലോ അതിന്റെ പ്രതിഫലം കുറയുകയുമില്ല. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅ, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ചീത്ത സുന്നത്ത് നടപ്പിലാക്കുകയാണ് എങ്കിൽ കാന അലൈഹി വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം. അതേപോലെ തന്നെ ആരെങ്കിലും ഒരു ചീത്തയായ സുന്നത്ത് നടപ്പിലാക്കിയാൽ അത് പിൻപറ്റുന്ന ആളുകൾക്ക് അയാൾക്ക് കിട്ടുന്ന തിന്മകൾ ഈ ആദ്യമായി കാണിച്ച് ചെയ്ത ആൾക്കുമുണ്ടാകും. ഇങ്ങനെ നല്ല സുന്നത്ത് ചെയ്യുക എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് എന്ന് ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഈ ഹദീസിന്റെ ഈ നബിവചനത്തിന്റെ പശ്ചാത്തലം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ മദീന പള്ളിയിലേക്ക് കുറച്ച് ആളുകൾ വന്നു, ഒരു സംഖ്യം ആളുകൾ വന്നു. ആ ആളുകളെ കുറിച്ച് ഹദീസിൽ കാണാം, ഹുഫാത്തുൻ ഉറാത്തുൻ മുജ്താബിൻ നിമാരി അവിൽ അബായി. ആ ആളുകൾ അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. അവരുടെ വേഷം കൊണ്ട് തിരിച്ചറിയാം. ഔറത്ത് പോലും വെളിവാകുന്ന രൂപത്തിലുള്ള ദാരിദ്ര്യത്തിന്റെ അടയാളത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അവരെല്ലാം വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അവരുടെ ദാരിദ്ര്യാവസ്ഥ അവർ വിവരിച്ചു. ഫതമഅറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യറാ ബിഹിം മിനൽ ഫാഖ. അള്ളാഹുവിന്റെ റസൂലിനെ അവരെ കണ്ടപ്പോ അവിടുത്തെ മുഖമാകെ സങ്കടം കൊണ്ട് വിവർണമായി പോയി. അങ്ങേയറ്റത്തെ പ്രയാസം ആ ദരിദ്രന്മാരായ ആളുകളെ കണ്ടപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായി. അവിടുന്ന് ഫഅമറ ബിലാൽ ഫഅദ്ദന വഅഖാമ ഫസല്ല ثم خطب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ വിളിച്ചു, അദ്ദേഹത്തോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആളുകളൊക്കെ പള്ളിയിൽ വന്നു. വഅഖാമ ഫസല്ല. നബിയും ആ വന്നിരിക്കുന്ന സഹാബത്തുമെല്ലാം ആ പള്ളിയിൽ നിന്ന് മദീന പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി ഒന്ന് സംസാരിച്ചു. ഫഖതബ, അവിടുന്ന് സംസാരിച്ചു. ഫഖാല, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഇത്തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചതെന്ന് നോക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഈ പാവപ്പെട്ടവരെ പരിഗണിക്കണം എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിക്കൊണ്ട് പ്രസംഗിച്ചു. ആ സന്ദർഭത്തിൽ ആ പള്ളിയിലുണ്ടായിരുന്ന അൻസ്വാരിയായ ഫജാഅ റജുലുൻ മിൻ അൻസ്വാരിയായ ഒരു സഹാബി അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓടി. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. ബിസുറത്തിൻ കാദത്ത് കഫ്ഫുഹു തഅജിസു അൻഹാ. അദ്ദേഹം വഹിക്കാവുന്നത്രയും അദ്ദേഹം സ്വർണവും വെള്ളിയും അതേപോലെ ഡ്രസ്സും അതേപോലെ ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാമായിട്ട് പള്ളിയിലേക്ക് തിരിച്ചു വന്നു. അതിങ്ങനെ പള്ളിയിൽ കൊണ്ട് ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ചു. അത് കണ്ടപ്പോൾ പള്ളിയിലുള്ള പല ആളുകളും അവരുടെ വീടുകളിലേക്ക് ഓടിയിട്ട് സുമ്മത താബ അന്നാസു, ആളുകളൊക്കെ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് അദ്ദേഹം ചെയ്തതുപോലെ അവരുടെ വീടുകളിലേക്ക് പോയിട്ട് ഹത്താ റഅയ്തു ഖൗമൈന മിൻ തുആമിൻ വസിയാബിൻ, വസ്ത്രങ്ങളും ഭക്ഷണങ്ങളുമെല്ലാമായിട്ട് വലിയ കുന്നുകൂടി ഇങ്ങനെ പള്ളിയിൽ കുന്നുകൂടുന്ന അവസ്ഥയിലേക്ക് അവരെല്ലാം കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം സ്വർണം പോലെ തിളങ്ങി. ആ ദരിദ്രന്മാരെ, പാവപ്പെട്ടവരെ, പട്ടിണിപ്പാവങ്ങളെ അവരെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖമാകെ വിവരണമായി സങ്കടപ്പെട്ട അതേ പ്രവാചകൻ ആളുകളൊക്കെ ഇങ്ങനെ ആദ്യം കൊണ്ടുവന്ന ആളെ പിൻപറ്റിക്കൊണ്ട് ധാരാളമായിട്ട് സദഖ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ മുഖം സ്വർണം പോലെ തിളങ്ങി എന്നാണ്. എന്നിട്ടാണ് അവിടുന്ന്, അപ്പോഴാണ് ആ സന്തോഷത്തിലാണ് അവിടുന്ന് പറയുന്നത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന. ആരെങ്കിലും ഒരു നല്ല കാര്യം നടപ്പിലാക്കിയാൽ അത് പിൻപറ്റുന്ന ആളുകൾക്കൊക്കെ പ്രതിഫലമുണ്ട്. ആ പിൻപറ്റിയ ആളുകൾക്ക് ലഭിച്ച അതേ പ്രതിഫലം ആദ്യം ചെയ്ത വ്യക്തിക്കുമുണ്ട് എന്ന്. അയാള് വീട്ടിലേക്ക് ഓടിപ്പോയി ഒരുപാട് കൊണ്ടുവന്നപ്പോൾ അത് പിൻപറ്റിക്കൊണ്ട് മറ്റ് ആളുകളും ചെയ്തു. ഇയാൾക്ക് ആദ്യം കൊണ്ടുവന്ന ആൾക്ക് അയാൾ ചെയ്ത അമലിനുള്ള പ്രതിഫലമുണ്ട്.
പിന്നാലെ കൊണ്ടുവന്ന ആളുകൾക്ക് അവർ ചെയ്ത പ്രതിഫലമുണ്ട്. ആ പിന്നാലെ കൊണ്ടുവന്ന ആളുകൾ ഇദ്ദേഹത്തെ ഇത്തിബാ ചെയ്തതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും അവർക്കൊന്നും കുറയാതെ ഈ ആദ്യം മാതൃക കാണിച്ച അൻസ്വാരിയായ സ്വഹാബിക്കും ഉണ്ടാകും എന്നാണ് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നന്മകൾ, റസൂലുള്ള മാതൃക കാണിച്ച നന്മകൾ. ഒരാള് സുന്നത്ത് നമസ്കാരം, ദുഹാ നമസ്കാരം വളരെ ശ്രേഷ്ഠമായ നമസ്കാരമാണ്, പക്ഷെ ആളുകളൊക്കെ അശ്രദ്ധയിലാണ്. എന്നാൽ ഒരാളിങ്ങനെ ആ ദുഹാ നമസ്കാരം നിർവഹിക്കുന്നത് കണ്ടിട്ട് മറ്റാളുകൾ അത് പ്രചോദനമായിട്ട് നിർവഹിച്ചാൽ, ആ നമസ്കാരം നിർവഹിച്ച മാതൃക കാണിച്ച ആൾക്ക് മറ്റുള്ള ആളുകൾ ചെയ്താലും അതിന്റെ പ്രതിഫലമുണ്ടാകും. അതേപോലെ തന്നെയാണ് സ്വതക്കയും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയുള്ള കാര്യങ്ങളാണ് പിൻപറ്റാൻ വേണ്ടി പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, ഇസ്ലാമിൽ ആചാരമായി പഠിപ്പിക്കപ്പെടാത്ത, അനുഷ്ഠാനങ്ങളായി പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ദീനിലേക്ക് ചേർക്കുകയാണ് എങ്കിൽ, നല്ല സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് ചേർക്കുകയാണ് എങ്കിൽ ഇതെവിടെയാണ് അവസാനിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം. എന്തൊക്കെയാണ് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുക? സുബ്ഹ് നമസ്കാരം എന്ന് പറയുന്നത് നല്ല ഏകാഗ്രത കിട്ടുന്ന സമയമാണ്, മനസ്സിനൊക്കെ നല്ല സമാധാനവും ഏകാഗ്രതയും കിട്ടുന്ന സമയമാണ്. പക്ഷേ ആ സുബ്ഹിക്ക് നമ്മൾ നമസ്കരിക്കുന്നതോ 2 റക്അത്താണ്. അപ്പൊ നമുക്കിങ്ങനെ തോന്നുകയാണ്, നല്ല സുന്നത്ത് നടപ്പിലാക്കിയാൽ അത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രതിഫലമുണ്ടാവുമല്ലോ. അപ്പൊ ഇന്ന് മുതൽ, നാളെ മുതൽ സുബ്ഹ് നമസ്കാരം ഒരു 4 റക്അത്താക്കാം എന്നൊരാൾ ചിന്തിച്ചാൽ, സുന്നത്തൻ ഹസന എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? ഒരു മനുഷ്യൻ, ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് ജനാസ നമസ്കാരമാണ്, മയ്യിത്ത് നമസ്കാരമാണ്. അതോടൊപ്പം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവുമായ ഒരു അടിമ ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ജനാസ നമസ്കാരത്തിൽ സുജൂദില്ല. എന്നാൽ ഒരാൾ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഒരു സുന്നത്തുൻ ഹസന, ഒരു നല്ല സുന്നത്ത് നടപ്പിലാക്കിയാൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ടാകുമല്ലോ. ഇനി എന്റെ ഉപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവര് മരിച്ചാൽ ജനാസ നമസ്കരിക്കുമ്പോ 2 സുജൂദും കൂടെ അതിൽ ചെയ്യാം, അള്ളാഹുവുമായി ഏറ്റവും അടുക്കുന്ന സന്ദർഭമല്ലേ, എന്നിട്ട് ആ ജനാസക്ക് വേണ്ടി സുജൂദിൽ പ്രാർത്ഥിക്കാം എന്നൊരാൾ തീരുമാനിച്ചാൽ നമ്മൾ എന്താണ് പറയുക? നമ്മൾ അയാളെ ഇത്തിബാ ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. നമസ്കാരത്തിൽ 2 സുജൂദുകളുണ്ട്, എന്നാൽ ഒരു റുക്കൂഅ് മാത്രമാണുള്ളത്. എനിക്ക് തോന്നുകയാണ് റുക്കൂഅ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കർമ്മമല്ലേ, അതും 2 എണ്ണമാക്കാമെന്ന്. അങ്ങനെ സുന്നത്തുൻ ഹസന, ഒരു നല്ല സുന്നത്തായിട്ട് കിടക്കട്ടെ എന്ന് കരുതിയിട്ട് 2 റുക്കൂഅ് ചെയ്താൽ നമ്മളിൽ എത്ര ആളുകൾ അംഗീകരിക്കും? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചൊരു മതമുണ്ട്. അള്ളാഹു പഠിപ്പിച്ച മതം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ ചര്യ നടപ്പിലാക്കുമ്പോഴാണ് നമുക്കും അത് ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്കും അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ ഹൗദിന്റെ അടുക്കലേക്ക്, ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് ഞാൻ ആദ്യം പോകും, നിങ്ങളെക്കാൾ മുന്നേ ഞാൻ പോകും. മൻ മറ അലയ്യ ശരിബ, എന്നിട്ട് ആ ഹൗദുൽ കൗസറിന്റെ അടുക്കലൂടെ വരുന്ന ആളുകൾക്കെല്ലാം ഞാൻ ഹൗദുൽ കൗസറിൽ നിന്നും കുടിക്കാൻ നൽകും. വമൻ ശരിബ ലം യദ്മ അബദാ, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ദാഹമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള യരിതന്ന അലയ്യ അഖ്വാമുൻ, ഒരു സംഘം എന്റെ അടുക്കൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. ഒരു സംഘമല്ല, ഒരു സംഘങ്ങളായ കുറെ ആളുകൾ എന്റെ അടുക്കലൂടെ കടന്നു പോകും. അഅരിഫുഹും വയഅരിഫൂനി, അവരെ എനിക്കറിയാം. അഅരിഫുഹും, എനിക്ക് പരിചയമുള്ള ആളുകളാണ്. വയഅരിഫൂനി, എന്നെ അവർക്കും അറിയാം. പരസ്പരം അറിയുന്ന ആളുകളാണ്. എന്നിട്ടോ സുമ്മ യുഹാലു ബൈനീ വബൈനഹും, അങ്ങനെ കടന്നു പോകുമ്പോ അവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഉണ്ടാകും. വുളൂ ചെയ്ത അടയാളങ്ങളും സുജൂദ് ചെയ്ത അടയാളങ്ങളും കൊണ്ട് തിരിച്ചറിയപ്പെടുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പരലോകത്ത് വെച്ച് തിരിച്ചറിയുന്ന ആളുകളാണ്. ഈ പോകുന്ന ജനങ്ങൾ നമസ്കരിക്കുകയും ഇബാദത്തുകൾ നിർവഹിക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് തിരിച്ചറിയുന്ന ആളുകളാണ്. അവർക്കിടയിലേക്ക് ഒരു മറ ഇടപെടും. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, ഇന്നഹും മിന്നീ, അവർ എന്നിൽപ്പെട്ടവരാണ് എന്ന്.
അള്ളാഹുവിനോട് പറയും, അവർ എന്നിൽപ്പെട്ടവരാണ്, ആ മറ നീക്കണം, അവർക്ക് ഹൗദുൽ കൗസറിലെ ദാഹജലം നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെടുമ്പോൾ എന്നോട് പറയപ്പെടും, ഫയുഖാൽ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, അങ്ങയുടെ കാലശേഷം എന്തൊക്കെയാണ് അവർ ഈ മതത്തിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന്. ഇന്നക ലാ തദ്രി, താങ്കൾക്കറിയുകയില്ലല്ലോ, അവർ താങ്കളുടെ കാലശേഷം ഈ മതത്തിലേക്ക് പുതു ആചാരങ്ങൾ കൂട്ടിച്ചേർത്ത ആളുകളാണ് എന്ന് അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയപ്പെടും. ഫഅഖൂൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹിഖൻ സുഹിഖാ ലിമൻ ഗയ്യറ ബഅദി, നിങ്ങൾ അകന്നു പോ, നിങ്ങൾ എന്റെ കാലശേഷം എന്തൊക്കെയാണ് മതത്തിലേക്ക് കൂട്ടിച്ചേർത്തത്, അതുകൊണ്ട് നിങ്ങൾക്ക് ദാഹജലമില്ല എന്ന് ആ അറിയിപ്പ് കിട്ടുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദീനിലേക്ക് പുതിയ ആചാരങ്ങൾ, അള്ളാഹു പഠിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ റസൂല് മാതൃക കാണിക്കാത്ത യാതൊന്നും സ്നേഹത്തിന്റെ പേരിൽ, ഇഷ്ടത്തിന്റെ പേരിൽ അനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിൽ റബീഉൽ അവ്വൽ മാസത്തിൽ യാതൊരു ആചാരങ്ങളുമില്ല, അത് പിന്നീട് വന്നതാണ്. ആ ആചാരങ്ങൾ എനിക്ക് ആവശ്യമില്ല. രണ്ടാഘോഷങ്ങളാണ് പഠിപ്പിച്ചത്. ആ ആഘോഷത്തിന് കൃത്യമായ സുന്നത്തായ കാര്യങ്ങളുണ്ട്. അള്ളാഹുവും റസൂലും അതിന്റെ രീതികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതികൾ അനുസരിച്ച് ആഘോഷിക്കാൻ പഠിപ്പിച്ച ആഘോഷങ്ങൾ മാത്രമാണ് ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുസ്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പറയാറുള്ള മറ്റൊന്ന്, അതൊരു നല്ല ബിദ്അത്താണ് എന്നാണ്. നല്ല ബിദ്അത്ത് എന്ന് പറയാനുള്ള കാരണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തറാവീഹ് നമസ്കാരം, റമദാൻ മാസത്തിലെ രാത്രി നമസ്കാരം ജമാഅത്തായിട്ട് പുനഃസംഘടിപ്പിക്കുകയും നിഅമത്തുൽ ബിദ്അത്തു ഹിയ, ഇത് എത്ര നല്ല ബിദ്അത്താണ് എന്നവിടുന്ന് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നല്ല ബിദ്അത്ത്, നല്ലതായ കാര്യങ്ങൾ ഇസ്ലാമിൽ ചെയ്യുന്നതിനാണ് നല്ല ബിദ്അത്ത് എന്ന് പറയുക എന്നാണ് ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുള്ളത്. സാധാരണക്കാരായ ആളുകൾ അത് ശരിയാണല്ലോ എന്ന് ധരിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 3 രാത്രികൾ, റമദാനിന്റെ 3 രാത്രികളിൽ തറാവീഹ്, ഖിയാമു റമദാൻ നമസ്കാരം നിർവഹിച്ചു. ആളുകൾ അത്യാവേശത്തോടുകൂടി പള്ളിയിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ ആവേശം കണ്ടിട്ട് അതൊരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ഭയം കാരണം അവിടുന്ന് നമസ്കാരം ജമാഅത്ത് പള്ളിയിൽ നിന്നും ഉപേക്ഷിച്ചു. പിന്നീട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ആളുകൾ പള്ളിയിൽ അവിടെയും ഇവിടെയുമൊക്കെയായിട്ട് വ്യത്യസ്തമായ ജമാഅത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. അപ്പൊ അത് പള്ളിയിൽ ഒരു അലങ്കോലമായി കണ്ടപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ആ നമസ്കാരം വീണ്ടും ഒറ്റ ജമാഅത്തായിട്ട് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു സമയം നിശ്ചയിച്ചിട്ട് ഒറ്റ നമസ്കാരമായിട്ട് ആ നമസ്കാരം നിർവഹിച്ചു. ആ ഒരു ഭംഗിയും അതിന്റെ മനോഹാരിതയും കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹിയ, എത്ര നല്ലൊരു ബിദ്അത്താണിത് എന്ന്. ബിദ്അത്ത് എന്ന് പറയുന്ന പദം അവിടെ പ്രയോഗിച്ചത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യം വീണ്ടും അത് പുനഃസംഘടിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. പ്രത്യേകമായി സ്വന്തമായി ഒരു ആഘോഷം, ഒരു നമസ്കാരം അദ്ദേഹം സംഘടിപ്പിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ശാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ പറയുന്നു, വഖൗലുഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫി തറാവീഹി നിഅമത്തുൽ ബിദ്അത്തു ഹിയ അറാദൽ ബിദ്അത്തുൽ ലുഗവിയ്യ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹിനെ കുറിച്ച് ഇത് എത്ര നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞത്
അറാദൽ ബിദ്അത്തുൽ ലുഗവിയ്യ, അത് ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ്. വലൈസത്തിൽ ബിദ്അത്തു ശർഇയ്യ, മതപരമായ ഒരു ബിദ്അത്ത് ചെയ്യാനുള്ള ഒരു തെളിവല്ല അത് എന്ന് അദ്ദേഹം പറയുന്നു. ഫഇന്നൽ ബിദ്അത്ത ശർഇയ്യത വലാലത്തുൻ കമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മതപരമായ ഒരു ബിദ്അത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലാലത്താണ്, അത് വഴികേടാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പുതുതായിട്ടൊരു ആചാരം ഇസ്ലാമിലേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് വലാലത്താണ്, വഴികേടാണ് എന്ന് അദ്ദേഹം ഫത്താവൽ ഹദീസിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന്റെ 238 പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു നിലക്കും റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ഒരു ആചാരം പഠിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അതിലേക്ക് അതിനെ കണക്ട് ചെയ്യാനും സാധിക്കുകയില്ല എന്നാണ് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. അള്ളാഹു നമ്മയെല്ലാം നന്മയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് റിലീഫിന് വേണ്ടി പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സ്വതക്കയാണ് ഇന്നിവിടെ സ്വീകരിക്കുന്നത്. എല്ലാവരും അതിലേക്ക് സ്വതക്ക ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നാഥ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ ഞങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നീ ചേർക്കണ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ. ചെറുപ്പത്തിൽ ഞങ്ങളെ വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചൊരിയണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായി മാറ്റി തരണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളായി ഞങ്ങളുടെ മക്കളെ മാറ്റണേ തമ്പുരാനെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ, വിശ്വാസം ഉൾക്കൊള്ളുന്നതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവെ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ശാരീരികമായും മാനസികമായും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ തമ്പുരാനെ.